വിനുവിന്റെ മരണം ഗ്രാമത്തെ ദുഃഖത്തിലാഴ്ത്തി. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. മാടവന പിണ്ടിയത്തുപടി പരേതനായ ഗോപാലന്റെയും കല്യാണിയുടെയും മകനായാണ് ഉണ്ണികൃഷ്ണൻ എന്ന വിനുവിന്റെ ജനനം. ജന്മനാൽ തന്നെ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാതിരുന്നിട്ടും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു വിനു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉള്ളുവെങ്കിലും മലയാള പത്രങ്ങളുടെ സ്ഥിരം വായനക്കാരൻ. ചെറിയ പ്രായത്തിൽ തന്നെ വിനു പണിക്കിറങ്ങി. നാട്ടുകാരോടുള്ള സൗഹൃദം അവനെ എല്ലാവരും ചേർത്തു നിർത്തി. വ്യാഴാഴ്ച രംഗബോധമില്ലാത്ത മരണം വിനുവിനെയും കൂട്ടിക്കൊണ്ടുപോയി. വെളുപ്പിനെ ഉറക്കമുണരുന്ന വിനു കുളിച്ച് സൈക്കിളിൽ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി സ്ഥിരം പോകും. ബുധനാഴ്ചയും പതിവ് പോലെ ക്ഷേത്രദർശനം കഴിഞ്ഞ് സഹോദരൻ വിജുവിൻ്റെ കാട്ടാകുളത്തുള്ള കടയിൽ ചെന്ന ശേഷം സഹോദരിക്ക് വിഷുക്കൈനീട്ടം കൊടുക്കുവാൻ വേണ്ടി പോയതായിരുന്നു. ഇടയ്ക്ക് വെച്ച് പ്രഷറടിച്ച് വിനു നിലത്ത് വീണു. അതുവഴി വന്ന നാട്ടുകാർ വിനുവിനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് തൻ്റെ അവസ്ഥ ഡോക്ടറോട് വിശദീകരിക്കാനും വിനുവിന് കഴിഞ്ഞില്ല. പിന്നീട് വിനു ഛർദ്ദിക്കാൻ തുടങ്ങി. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും വിനു ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു. വ്യാഴാഴ്ച രാവിലെ വിനു മരണത്തിന് കീഴടങ്ങി. തലയിൽ രക്തം കട്ടപിടിച്ചതായിരുന്നു മരണകാരണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട വിനുവിൻ്റെ മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് തിരുവള്ളൂർ ഗ്രാമം. 48 വയസ്സ് മാത്രം പ്രായമുള്ള വിനുവിൻ്റെ ശരീരം അഗ്നി ഏറ്റുവാങ്ങിയപ്പോൾ ദൈവങ്ങൾ തോൽക്കുകയായിരുന്നു. ദേവിയാണ് വിനുവിൻ്റെ ഭാര്യ. വിദ്യാർത്ഥി അനയ് കൃഷ്ണ മകനാണ്.